ഈ ഫുഡിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാ? പറഞ്ഞു നോൺ വെജ് ഇഷ്ടമല്ല, മീൻ ഇഷ്ടമല്ല, ഇറച്ചി ഇഷ്ടമല്ല, കോഴിയുടെ മണം ഇഷ്ടമല്ല, മീനിന്റെ മണം ഇഷ്ടമല്ല, മുട്ടയുടെ മണം ഇഷ്ടമല്ല. അവരെന്നാ ഭക്ഷണം കഴിക്കും? വെജിറ്റേറിയനാ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഫുഡി അല്ല. ഞാൻ ഇങ്ങനെ എനിക്ക് അങ്ങനെ ഫുഡ് ക്രേവിങ്സ് അങ്ങനെയല്ല. ഒന്നിനോടും ഒരു ക്രേവിംഗ് ഇല്ല? ഇല്ല, ഒന്നിനോടും അങ്ങനെ. സ്നാക്സ് കഴിക്കാറേ ഇല്ല. അപ്പൊ ബേക്കറിയിലോട്ട് പോവാറില്ല? ആക്ച്വലി എന്നതാ കഴിക്കുന്നത്? ഇഡ്ഡലി സാമ്പാറോ? വീട്ടിലെ അമ്മ ഉണ്ടാക്കുന്ന. ഇപ്പൊ എനിക്ക് ചോറ്, തോരൻ അതൊക്കെ ഇഷ്ടമാ. എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറ്, ചീരത്തോരൻ, അതൊക്കെ ലഞ്ചിന് അത് കഴിക്കും. പിന്നെ ചപ്പാത്തി, അങ്ങനെ അമ്മ എന്തെങ്കിലുമൊക്കെ വെജിറ്റേറിയൻ ഓപ്ഷൻസ് കണ്ടുപിടിക്കും. ഞാൻ വീട്ടിലെ എല്ലാം ഒരുവിധം എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. വീട്ടിലെ കാര്യങ്ങളും ചെയ്യും. കുക്കിംഗ് ഒഴിച്ച് ചേച്ചി എന്റെ അടുത്ത് പ്ലംബിംഗ്, കാർപെൻട്രി വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക് എന്ത് പറഞ്ഞാലും എല്ലാം അറിയാന്നല്ല. പക്ഷെ അച്ഛൻ പറയും ഓക്കെ ഇത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. എനിക്ക് അതിനൊക്കെ പറ്റും. മല കയറാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെയും കയറും. പക്ഷെ കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടാ. എനിക്കത് ഭയങ്കര പാടാ. എനിക്ക് ആ ഫ്ലെയർ ഇല്ല. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന പഠിക്കുമ്പോഴാ എല്ലാ പ്രാവശ്യവും സെയിം റെസിപ്പിക്ക് അമ്മ വീഡിയോ കോളിൽ പറഞ്ഞു തരണം, അല്ലെങ്കിൽ എനിക്കത് പറ്റൂല. അപ്പൊ ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ദാറ്റ് ഫ്ലെയർ. പക്ഷെ മൈ സിസ്റ്റർ ഇസ് നോട്ട് ലൈക്ക്. ഭയങ്കര നല്ല. ആക്ച്വലി സിസ്റ്ററിനെ കൂടെ കൊണ്ടുവരണമായിരുന്നു കേട്ടോ. ബിക്കോസ് നമ്മളെക്കാട്ടിലും ഇപ്പൊ മോർ ഫാമിലിയർ ആയിരുന്നു കൊച്ചാ. ചെറുതാ, കുറച്ചുകൂടെ നമുക്കൊക്കെ പരിചയമായി തുടങ്ങി. കാര്യം ചേച്ചി ഉണ്ടെങ്കിൽ അതിന്റെ ഇപ്പുറത്തെ അനിയത്തിയുടെ ഫുൾ വേർഷൻ ഉണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയം അനിയത്തിയാ. അറ്റ്ലീസ്റ്റ് ഞങ്ങള് അടുത്ത എപ്പിസോഡിൽ വരുമ്പോഴെങ്കിലും ഞങ്ങളെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തണം കേട്ടോ. ഡെഫിനറ്റ്ലി. ഈ മാർഷൽ ആർട്സ് പഠിച്ചിട്ട് നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല, എനിക്ക് തോന്നുന്നു പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സിറ്റുവേഷൻ വരൂല. പഠിക്കാത്തവർക്കാണ് സിറ്റുവേഷൻ വരിക. പക്ഷെ മിക്ക പെൺകുട്ടികളും കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം അല്ലേ? ഓ ഡെഫിനറ്റ്ലി. അത് നമ്മുടെ റിഫ്ലെക്സ് എല്ലാം ഇംപ്രൂവ് ചെയ്യും. കറക്റ്റ്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറവാണെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യും. നമ്മുടെ പേടി ഒത്തിരി മാറി കിട്ടും. ദാറ്റ്സ് ഗുഡ് അല്ലേ? ഇനിയിപ്പൊ എനിക്ക് പഠിക്കാൻ വയ്യ, ഇപ്പൊ പഠിച്ചത് മാത്രം തരാം. ഞാൻ ഈ സാധനം തരട്ടെ, നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ട്രൈ ചെയ്ത എക്സ്പ്രഷൻ നീത്തയുടെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാവേ. It's good. It's really good. അയ്യോ, താങ്ക് യു. ബറീറ്റോ കഴിച്ച അതേ ടേസ്റ്റ് ആണോ? നമ്മള് മോശമല്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് നമുക്ക് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഹെൽത്തി ആട്ടോ. രാജ്മ അതെല്ലാം ദാറ്റ്സ് ഹെൽത്തി. അവക്കാഡോ ഇസ് ദേർ, അത് ഹെൽത്തി. വെജിറ്റബിൾസ് ഉണ്ട്, പനീർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് റെസിപ്പി തരാമെങ്കിൽ വീട്ടില് അമ്മയ്ക്ക് അടുത്ത ജോലി കൊടുക്കാമല്ലോ അല്ലേ? അമ്മയ്ക്ക് എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാമല്ലോ. കറക്റ്റ്. അമ്മമാര് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എളുപ്പമാ മോളെ. ഇറ്റ്സ് ഹോൾ മീൽ അല്ലേ? എല്ലാം അതിനകത്ത് പോവാ. നമ്മളൊരു പ്ലേറ്റിനകത്ത് മുഴുവൻ മെസ്സാക്കാതെ ഇന്ന വൺ ബൗൾ എല്ലാം കൂടെ കിട്ടുവാണെങ്കിൽ എല്ലാം ഉണ്ട്. പ്രോട്ടീൻ, കാർബ് എല്ലാം. ഇറ്റ്സ് എ ഹെൽത്തി ഡിഷ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ചുമ്മാ അങ്ങ് കളയണ്ട അല്ലെ? പറയുമ്പോ ഒരു തമാശയാണെങ്കിൽ ബാക്കി വരുന്ന സാധനങ്ങളെല്ലാം വെച്ച് അവർ ഉണ്ടാക്കിയത് തലേദിവസത്തെ ചോറോ അങ്ങനെ പോലും വെച്ച് വന്ന് ഉണ്ടാക്കിയതായിരിക്കാം. തലേദിവസത്തെ ചോറ് ഹെൽത്തി. പഴഞ്ചോറ് ഭയങ്കര ഹെൽത്തിയാ, ഭയങ്കര വെരി ന്യൂട്രീഷ്യസ്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ ഇപ്പൊ ഫിലിം ആണ് ഒരു ഇഷ്ടം, സ്പോർട്സ് വൈസ് അതെല്ലാം ഇഷ്ടമാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഏതൊരു സാധനം ചെയ്യുന്നതാണ് യു ഫീൽ സോ റിലാക്സ്ഡ്? പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. അല്ല, എനിക്ക് അങ്ങനെ റിലാക്സ് ആവാൻ. അയ്യോ, ടെൻഷനേ ഉള്ളൂ. എപ്പോഴും സ്ട്രെസ്സാ. എന്തിനാന്നറിയില്ല, പക്ഷെ സ്ട്രെസ് ഉണ്ട്. റിലാക്സ്ഡ് ആവാൻ വർക്ക്ഔട്ട്. ഞങ്ങൾക്കൊക്കെ റിലാക്സ് പറഞ്ഞ കിടന്നുറങ്ങാൻ പറഞ്ഞ ഹാപ്പിയാ. ഇല്ല, എനിക്ക് ഏറ്റവും എൻജോയ് ചെയ്യുന്ന വേറെ അപ്പാർട്ട് ഫ്രോം മൂവീസ്, ഞാൻ എന്റെ വർക്ക് അല്ലാണ്ട് ഞാൻ വർക്ക്ഔട്ട്, എക്സസൈസ് ഭയങ്കര ഇഷ്ടം.